السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له الحق المبين وأشهد أن محمدًا عبده ورسوله الصادق الأمين. أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فبلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. وصلوات الله عليه وعلى آله والصحابة الطيبين الطاهرين الفائزين برضا الله. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. സ്നേഹമുള്ള വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും അവസാന സന്ദർഭങ്ങളിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഈ പള്ളിയിൽ സംഘടിപ്പിച്ചു വരുന്ന റമദാൻ വിജ്ഞാനവേദിയുടെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ദഅവത്ത്, പ്രാധാന്യവും പ്രയോഗവും എന്ന വിഷയം അധികരിച്ചുകൊണ്ടാണ് സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ദഅവത്ത്? ദഅവത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്? ദഅവത്ത് നടത്തിയാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്? ദഅവത്ത് നടത്താതിരുന്നാൽ വരാനിരിക്കുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ദഅവത്ത് നടത്താൻ വേണ്ടി പ്രത്യേകം കൂട്ടായ്മ അനുവദനീയമാണോ? അതിനു പണ്ഡിതന്മാർ എന്തെന്ത് വിധികളാണ് നൽകിയിട്ടുള്ളത്? ഒരു കൂട്ടായ്മയിൽ അംഗമായി പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണ് ബിഇദ്നില്ല ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ദഅവത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം കല്യാണം, സൽക്കാരം പോലുള്ള കാര്യങ്ങളിലേക്ക് മറ്റുള്ളവരെ വിളിക്കുക, ക്ഷണിക്കുക എന്ന അർത്ഥമാണ് ഭാഷാപരമായി നൽകാൻ സാധിക്കുക. എന്നാൽ സാങ്കേതികമായി, മതപരമായി ദഅവത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, സന്ദേശങ്ങളിലേക്ക്, ആദർശത്തിലേക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ കൂടി വിളിക്കുക, അവരിലേക്ക് കൂടി ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കുക എന്നതാണ് ദഅവത്ത് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദഅവത്ത് എന്നത് ഒരു പുണ്യകർമ്മം മാത്രമല്ല, ഒരു നിർബന്ധ ബാധ്യതയാണ്. ഓരോരുത്തരുടെയും അറിവും കഴിവും അനുസരിച്ച് ആ ബാധ്യതാ നിർവഹണത്തിൽ വ്യത്യാസമുണ്ടാകുമെങ്കിലും ആ കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് ഒരാളും ഒഴിവല്ല എന്നതാണ് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആൻ ആരാണ് ദഅവത്ത് നടത്തേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. ഖുൽ നബിയെ,
താങ്കൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. ജീവിതത്തിൽ ഒരു നിമിഷം പോലും ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ അവസരം കിട്ടിയാൽ പാഴാക്കാത്ത, തിന്മ വിരോധിക്കാൻ കിട്ടുന്ന അവസരം മുഴുവൻ സ്നേഹത്തോടെ ഗുണകാംക്ഷയോടെ തിന്മകൾ വിരോധിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, എന്താണ് ഈ മാർഗത്തിൻ്റെ പ്രത്യേകത? ഞാൻ അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്നു, ഞാൻ അള്ളാഹുവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. അലാ ബസ്വീറ, വളരെ ഉൾക്കാഴ്ചയോടുകൂടി അറിവിൻ്റെ ബോധ്യപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അന വ മനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും ഇതാണ് ചെയ്യുക. പ്രസ്തുത ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, അന വ മനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും ചെയ്യേണ്ട മാർഗമാണ് ദഅവത്ത്. അപ്പോൾ പ്രവാചകനെ പിൻപറ്റുന്ന ആരൊക്കെയുണ്ടോ, പ്രവാചകനെ മുൻഗാമിയായി, പ്രവാചകനെ നേതാവായി, പ്രവാചകനെ മാതൃകായോഗ്യനായി കാണുന്ന ആരൊക്കെയുണ്ടോ അവരെല്ലാം ഈ മാർഗമാണ് അവലംബിക്കേണ്ടത്. വസുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ, അള്ളാഹു എത്ര പരിശുദ്ധൻ, ഞാൻ ഒരിക്കലും പങ്കു ചേർക്കുന്നവരിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസ്തുത ആയത്ത് അവസാനിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാനിത് ആമുഖമായി പറഞ്ഞത്, ദഅവത്ത് എന്നത് പലപ്പോഴും നിസ്കാരത്തെ പോലെ, നോമ്പിനെ പോലെ, സക്കാത്തിനെ പോലെ, സ്വതക്കയെ പോലെ ആളുകൾ കാണാതെ പോകുന്നു എന്നത് അതിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചെറിയ അധ്യായത്തിൽ സൂറത്തുൽ അസ്റിൽ നമുക്ക് പഠിപ്പിച്ചത് എന്താണ്? മനുഷ്യരെല്ലാവരും നാശത്തിലും നഷ്ടത്തിലുമാണ്, 4 കാര്യങ്ങൾ ഉള്ളവർ ഒഴികെ. ആ 4 കാര്യങ്ങളിൽ 4ഉം ഒരുപോലെ പ്രാധാന്യത്തോടെ കാണേണ്ടവരാണ് ഞാനും നിങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ സൂറത്ത് പഠിച്ച സ്വഹാബത്ത്, 2 ആളുകൾ പരസ്പരം കണ്ടുമുട്ടിയാൽ ഈ സൂറത്ത് ഓതി ഓർമ്മപ്പെടുത്താതെ പിരിഞ്ഞു പോകാറില്ലായിരുന്നു എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അസ്ർ അല്ലാതെ മറ്റൊരു സൂറത്തുമില്ലായിരുന്നുവെങ്കിലും അത് മതിയാകുമായിരുന്നു. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നിഖില മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന നിയമങ്ങൾ സൂറത്തുൽ അസ്റിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു യഥാർത്ഥ വിശ്വാസി അവൻ്റെ ഈമാനിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കർമ്മരംഗത്ത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, അത് മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, അവൻ സ്വബർ കാണിക്കേണ്ടതിൻ്റെ ആവശ്യകത എല്ലാം ഈ ഒരു ചെറിയ അധ്യായത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. എന്താണ് ആ ചെറിയ അധ്യായത്തിൽ അള്ളാഹു പറയുന്നത്? വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ, നാശത്തിൽ തന്നെയാകുന്നു. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, അറിവുണ്ടാക്കി, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഈമാനുള്ള ആളുകൾ ഒഴികെ. വഅമിലുസ് സ്വാലിഹാത്ത്, അതിനനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ ഒഴികെ. വതവാസൗ ബിൽ ഹഖ്, ആ സത്യം പരസ്പരം ഉപദേശിക്കുന്നവർ ഒഴികെ. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരൊഴികെ. അൽ ഉസൂലുസ് സലാസ എന്ന ഗ്രന്ഥത്തിൽ അഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 4 ഗുണങ്ങൾ അനിവാര്യമാണ്. ഏതാണത്? ഒന്ന്, അവൻ മഅരിഫത്തുള്ള, അള്ളാഹുവിനെ അറിയണം, പ്രവാചകനെ അറിയണം, പരലോകത്തെ അറിയണം, ദീനിനെ അറിയണം, അറിവുണ്ടാകണം എന്നതാണ് ഒന്ന്. രണ്ടാമത്തേത് വൽ അമലു ബിഹി, അതുകൊണ്ട് അവൻ പ്രവർത്തിക്കണം, അമലുസ് സ്വാലിഹ് ജീവിതത്തിൽ ഉണ്ടാകണം എന്നതാണ് 2. 3 അദ്ദഅവതു ഇലൈഹി, ആ സൽക്കർമ്മങ്ങളിലേക്ക്, ആ വിശ്വാസത്തിലേക്ക് മറ്റുള്ളവരെ കൂടി അവൻ ക്ഷണിക്കണം, വിളിക്കണം. വസ്സബറു അലാ ഫീഹി, അതിലുണ്ടാകുന്ന വിഷയങ്ങളിൽ അവൻ ക്ഷമിക്കണം. അപ്പോൾ വിശ്വാസിയാവുക എന്ന് പറഞ്ഞാൽ അറിവ് നേടുക, അമല് ചെയ്യുക, ദഅവത്ത് നടത്തുക, സ്വബർ കാണിക്കുക, എങ്കിലാണ് അവൻ്റെ വിശ്വാസം പൂർണ്ണമാവുക എന്നാണ് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, എത്രത്തോളം എന്നറിയൂ, നമസ്കാരത്തിൻ്റെ കൂടെ, സക്കാത്തിൻ്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തി പറഞ്ഞ വിഷയമാണ് ദഅവത്ത് നടത്തണം എന്നത്. സ്വർഗം വാങ്ങുന്ന മുഅ്മിനീങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിൻ്റെ 44-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചു.
അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്. അവർക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ അഖാമുസ്സലാ, അവർ നമസ്കാരം നിർവഹിക്കുകയാണ്, വആതവുസ് സക്കാ, അവർ സക്കാത്തും കൊടുക്കുകയാണ്, വഅമറൂ ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, അവർ തിന്മ വിരോധിക്കുന്നവരാണ്. സ്വർഗം വാങ്ങുന്ന ആളുകളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് എന്താ? അഖാമുസ്സലാ, അവർ നമസ്കാരം നിർവഹിക്കും, വആതവുസ് സക്കാത്ത്, അവർ സക്കാത്ത് കൊടുക്കും, വഅമറൂ ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കും, തിന്മ കണ്ടാൽ അതിനെ എതിർക്കും, ദഅവത്ത് നടത്തും. അവർ തബ്ലീഗിന്റെ ദഅവത്തിന്റെ ആളുകളായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതേ വിഷയം ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനെ സ്നേഹത്തോടെ വിളിച്ച് ഉപദേശിക്കുമ്പോൾ ആ ഉപദേശത്തിലും നിസ്കാരത്തിൻ്റെ കൂടെയാണ് ദഅവത്തിനെ ചേർത്തി പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഖുർആനിൽ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ 17-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, യാ ബുനയ്യ അഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. യാ ബുനയ്യ, പൊന്നുമോനെ, അഖിമിസ്സലാ, നീ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കണേ, വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം മോനെ. ഒരു ബാപ്പ മോനെ വിളിച്ച് ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ പറയാൻ വേണ്ടി മാത്രമായി ഖുർആനിൽ ഒരു അധ്യായമുണ്ടെങ്കിൽ ആ അധ്യായത്തിൽ മോനെ നീ ശിർക്ക് ചെയ്യരുത്, അത് വലിയ പാപമാണ്. നീ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അവർ കഷ്ടപ്പെട്ട് നിന്നെ പോറ്റി വളർത്തിയവരാണ്. നീ ഒരു തിന്മ ചെയ്യുമ്പോൾ അത് ആകാശങ്ങളിലോ ഭൂമിയിലോ പർവ്വതത്തിലോ എവിടെയാണെങ്കിലും അല്ലാഹ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാണ്, യാ ബുനയ്യ, കുഞ്ഞുമകനെ, പൊന്നുമോനെ, അഖിമിസ്സലാ, നീ നിസ്കാരം കൃത്യമായി അനുഷ്ഠിക്കണം, വഅ്മുർ ബിൽ മഅറൂഫ്, നീ നന്മ കൽപ്പിക്കണം, വൻഹ അനിൽ മുൻകർ, നീ തിന്മ വിരോധിക്കണം, വസ്ബിർ അലാ മാ അസ്വാബക്, നിന്നെ ബാധിക്കുന്ന ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നീ ക്ഷമ അവലംബിക്കണം. അതൊക്കെ അല്ലാഹ് തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്തുത ആയത്ത് അവസാനിക്കുകയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തെ പോലെ നമ്മൾ കാണേണ്ട ഒന്നാണ്, എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഈ ആദർശം, ഞാൻ മനസ്സിലാക്കിയ സത്യം, അത് മറ്റുള്ളവരിലേക്ക് ഞാൻ എത്തിച്ചു കൊടുക്കണം എന്നത്. ജൂതന്മാരായ ആളുകൾ പ്രവാചകന്മാരുടെ വാക്കുകളാൽ ശപിക്കപ്പെടാനുള്ള കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ പ്രത്യേകം പഠിപ്പിച്ച കാര്യം എന്താണ്? ലുഅനില്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. ഈസാ നബിയുടെയും ദാവൂദ് നബിയുടെയും ഒക്കെ നാവുകളാൽ ശപിക്കപ്പെട്ട ബനൂ ഇസ്രായേലിൽപ്പെട്ട ആളുകളുണ്ട്. ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. അവർ അങ്ങനെ ആകാനുള്ള കാരണം അവർ അനുസരണക്കേട് കാണിച്ചതുകൊണ്ടാണ്. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹ് പറയാണ്, അവർ നന്മ കൽപ്പിക്കില്ലായിരുന്നു, തിന്മ വിരോധിക്കില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ ശാപം ബനൂ ഇസ്രായേലിലേക്ക് കിട്ടാനുള്ള കാരണം അവരിൽ കാണുന്ന തിന്മകൾക്കെതിരെ ശബ്ദിക്കാൻ അവർക്ക് മടിയായിരുന്നു, പേടിയായിരുന്നു. ഞാനെന്തിനാ അപ്പം അത് പറയാൻ പോണത്? അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ, ഇന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഇതൊക്കെയാണ് സാധാരണ നമ്മളെ പോലുള്ള ആളുകൾ പറയാ, അല്ലേ? അതിലൊന്നും നമ്മൾ ഇടപെടണ്ട, അതിലൊന്നും നമ്മൾ കൈവെക്കണ്ട, നമ്മളൊന്നും അതിലിടപെട്ടിട്ട് പ്രയാസം ഉണ്ടാക്കണ്ട, ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്നിങ്ങനെയുള്ള പല രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് സൂറത്തുൽ അഅറാഫിന്റെ 164-ാമത്തെ വചനത്തിൽ, എന്തിനാണ് ദഅവത്ത് എന്ന് പഠിപ്പിക്കുകയാണ്. ഖാലൂ മഅ്ദറതൻ ഇലാ റബ്ബിക്കും, നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് റബ്ബിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് ഉദ്ർ പറയണം. നിങ്ങൾ നന്നായാലും ഇല്ലെങ്കിലും ഞങ്ങൾ നന്മയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, സത്യം എന്താ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, തിന്മ ഏതാന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് റബ്ബിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് ഉദ്ർ പറയാനാണ് ഞങ്ങൾ ഈ ദഅവത്ത് നടത്തുന്നത് എന്ന് ദാഇമാർ പറയുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. സൂറത്ത് ഫുസ്സിലത്തിൻ്റെ 33-ാമത്തെ ആയത്തിൽ 41-ാം അധ്യായം 33-ാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവനേക്കാളും നല്ല വാക്ക് പറഞ്ഞവൻ ആരാണുള്ളത്? സുഹൃത്തുക്കളെ, ദഅവത്ത് നടത്തുന്നവനേക്കാളും നല്ലൊരു ഏർപ്പാട് നടത്തിയവൻ മറ്റാരാണുള്ളത്? അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അവൻ്റെ ദീനിലേക്ക് വിളിക്കുക, അവൻ്റെ ദീനിൽ പറഞ്ഞ അദബുകൾ പഠിപ്പിക്കുക, അതിനെതിരെ കാണുന്ന വിഷയങ്ങൾക്കെതിരെ സ്നേഹത്തോടെ ഗുണകാംക്ഷയോടെ പ്രതികരിക്കുക എന്ന പ്രവൃത്തിയേക്കാളും നല്ലൊരു പ്രവൃത്തി വേറേതുണ്ട്?
വഖാല ഇന്നനീ മിൻ വഅമില സ്വാലിഹ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമിൽപ്പെട്ടതാണ് എന്ന് പറയുകയും ചെയ്തവനേക്കാൾ നല്ലവൻ ആരുണ്ട്? അതുകൊണ്ട് ദഅവത്ത് എന്നുള്ളത് നമ്മളൊക്കെ ഒരു ബാധ്യതയായിട്ട് നമ്മൾ കാണണമെന്നാണ് ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ആരാണ് ഈ ദഅവത്ത് നടത്തേണ്ടത്? എല്ലാം പഠിച്ച് തികഞ്ഞ പണ്ഡിതന്മാർ മാത്രം നടത്തേണ്ടുന്ന ഒന്നാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, ഇയ്യാകും വൽ ജുലൂസ ബിത്തുറുഖാത്ത്, വഴികളിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ആളുകൾ നടന്നു പോകുന്ന, കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന നാൽക്കവലകളിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഖാലു, സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, മാലനാ മിൻ മജാലിസിന ബുദ്, അത്തരം സ്ഥലങ്ങളിൽ ഇരിക്കൽ ഞങ്ങൾക്ക് അനിവാര്യമായി വരും. ഞങ്ങൾക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും കണ്ടുമുട്ടാനും ഇടപഴകാനും ചിലപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ, അത്തരം ഇടങ്ങളിൽ ഞങ്ങൾ ഇരിക്കേണ്ടി വരും. ഫഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് അബൈത്തും ഇല്ലൽ മജ്ലിസ്, ഇരിക്കുകയല്ലാതെ നിങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഫഅഅതു ത്വരീഖ ഹഖ്ഖ, വഴിയോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്, അത് നിങ്ങൾ നിർവഹിക്കണം. ഖാലു, അവർ ചോദിച്ചു, വമാ ഹഖ്ഖു ത്വരീഖ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, വഴിയോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്? വഴികളിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? റസൂലുള്ള എണ്ണി പറയുകയാണ്, ഗദ്ദുൽ ബസർ, കണ്ണിനെ താഴ്ത്തണം, വകഫുൽ അദാ, ഉപദ്രവം തടയണം, വറദ്ദുസ്സലാം, സലാം അടക്കണം, വൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഈ ആയത്ത്, ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വഴിയോരങ്ങളിൽ പണ്ഡിതന്മാർ മാത്രമാണ് ഒരുക്കുക. നല്ല അറിവ് തികഞ്ഞ, എല്ലാം തികഞ്ഞ, ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കിയ, ആയത്തുകളും ഹദീസുകളും എല്ലാം അറിഞ്ഞ, ഖുർആനിൻ്റെ അഖീദയിലെ എല്ലാ വിഷയവും പഠിച്ച, ഫിഖ്ഹിൻ്റെ എല്ലാ മസ്അലകളും തിരിഞ്ഞ ആളുകൾ മാത്രമാണോ വഴിയോരങ്ങളിൽ ഇരിക്കുക? ആരും ഇരുന്നേക്കാം, ആരിരുന്നാലും അവരുടെയൊക്കെ ബാധ്യതയാണ് കണ്ണ് നിയന്ത്രിക്കണം, ഉപദ്രവങ്ങൾ തടയണം, സലാം അടക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, ദഅവത്ത് നടത്തണം, പ്രബോധകനാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, അറബി ഭാഷ അറിയുന്നവർക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, മൻ റആ മിൻകും മുൻകറ, നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ, മൻ എന്ന് പറഞ്ഞ് ആരായാലും പെടും, മൻ റആ, ആരെങ്കിലും കണ്ടാൽ, മിൻകും നിങ്ങളിൽ നിന്ന്, മുൻകറൻ ഏതെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ, ഫൽയുഗയ്യിർഹു ബിയദിഹി, കൈകൊണ്ട് അതിനെതിരെ പ്രതികരിക്കണം, ഫഇല്ലം യസ്തതി' ഫബിലിസാനിഹി, കൈകൊണ്ട് തടയാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ നാവ് കൊണ്ട് പ്രതികരിക്കണം, ഫഇല്ലം യസ്തതി' ഫബിഖൽബിഹി, അതിനും സാധ്യമല്ലെങ്കിൽ മനസ്സുകൊണ്ട് അത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്നൊരു വെറുപ്പെങ്കിലും ഉണ്ടാകണം, വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ്. ഒരാളൊരു തെറ്റ് ചെയ്യണ കണ്ടിട്ട് നമുക്ക് തടുക്കാൻ പറ്റുന്ന, കൈകൊണ്ട് തടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ കൈകൊണ്ട് തടുക്കുന്നില്ലെങ്കിൽ, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ആൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നില്ലെങ്കിൽ, ഇവൻ അതിൽ നിന്ന് മാറാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ എന്നൊരു പ്രാർത്ഥന മനസ്സെങ്കിലും വരുന്നില്ലെങ്കിൽ, അത് ഈമാനിൻ്റെ ദുർബലതയാണ് സൂചിപ്പിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബല്ലിഗു അന്നി വലൗ ആയ, ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണ് നിങ്ങൾക്ക് അറിയുക എങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. നമുക്ക് എന്താണോ അറിയുക അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ ദഅവത്ത് നടത്തിയാൽ കിട്ടുന്ന ഗുണം എന്താണ്? ഞാൻ ളുഹർ നമസ്കരിക്കാൻ വരുമ്പോൾ നിസ്കരിക്കാതെ വെറുതെ ഇരിക്കുന്ന ഒരാളെ കാണുമ്പോൾ അവൻ്റെ കയ്യും പിടിച്ച് പള്ളിയിൽ പോവുക, നമുക്ക് നിസ്കരിച്ചിട്ട് പോരാ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നാൽ എനിക്ക് ഞാൻ നമസ്കരിച്ച ളുഹറിൻ്റെ പ്രതിഫലത്തിന് പുറമെ അവൻ നമസ്കരിച്ച ളുഹറിൻ്റെ പ്രതിഫലം അവന് കുറയാതെ എനിക്ക് കിട്ടുന്നു. ഒരു ഹദീസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഇത്രയും ആളുകൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അവർക്കൊട്ടും പ്രതിഫലം കുറയാതെ അവരുടെ എല്ലാം പ്രതിഫലം എനിക്ക് കിട്ടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വുളുവോട് കൂടിയാണെങ്കിൽ അവൻ്റെ കൂടെ ഒരു മലക്കുണ്ടാകും. ആ മലക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക് ഫഇന്നഹു ബാത ത്വാഹിറ, അല്ലാഹുവേ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണേ, ഇയാൾ വുളു എടുത്ത് കിടന്ന ആളാണ്. ഈ ഹദീസ് കേട്ടിട്ട്, ഈ ഹദീസ് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഈ കൂട്ടത്തിൽ ഏതെങ്കിലും 2 or 3 ആള്
ഇന്ന് രാത്രി മുതൽ ഞാൻ വുളുവോടുകൂടിയാണ് കിടക്കുക എന്ന് തീരുമാനിച്ച് പ്രതിജ്ഞയെടുത്ത് പ്രാവർത്തികമാക്കിയാൽ, സഹോദരങ്ങളെ, അവർ ജീവിതത്തിൽ എത്ര കാലം അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ അത്രയും കാലം അതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടും. ഞാൻ നിയ്യത്ത് ശരിയാക്കിക്കൊണ്ടാണ്, പ്രതിഫലേച്ഛയോടുകൂടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ദല്ല അലാ ഖൈർ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. മൻ ദല്ല അലാ ഖൈർ, ആരെങ്കിലും ഒരു നന്മ മറ്റുള്ളവന് അറിയിച്ചു കൊടുത്താൽ, ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, അത് പ്രവർത്തിച്ചവന്റെ പ്രതിഫലമാണ് ആ അറിയിച്ചു കൊടുത്ത വ്യക്തിക്ക് കിട്ടുന്നത് എന്നാണ്. ഒരു ഹദീസിൽ കാണാം, ഫവല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലിഅൻ യഹ്ദിയ അല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിൻ അൻ യകൂന ലക ഹുംറുൻ നഅം. നിന്റെ കാരണം കൊണ്ട് ഒരാൾ സത്യത്തിലേക്ക് കടന്നു വന്നാൽ, ആദർശത്തിലേക്ക് കടന്നു വന്നാൽ, തൗഹീദിലേക്ക് കടന്നു വന്നാൽ, നമസ്കാരത്തിലേക്ക് കടന്നു വന്നാൽ, ചുമന്ന ഒട്ടകം നിനക്ക് കിട്ടുന്നതിനേക്കാളും നല്ലതാണ്. അന്നത്തെ ഏറ്റവും വലിയ സ്വത്താണ് ചുമന്ന ഒട്ടകമെങ്കിൽ അതിനെ ഉദാഹരിച്ചിട്ട് പഠിപ്പിക്കുകയാണ്, നിനക്ക് ചുമന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാളും നല്ലതെന്താ പറയുക, നിന്റെ കാരണം കൊണ്ട് ഒരാൾ ഒരു ഹറാമ് നിർത്തി, നിന്റെ കാരണം കൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഹിദായത്തിലായി, അത് വലിയ പ്രതിഫലാർഹമാണ് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം അറിയോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സമിഅ മിന്നി ഹദീസൻ ഫബല്ലഗഹു കമാ സമിഅഹു റഹിമല്ലാഹ്. അല്ലാഹ് കരുണ ചെയ്യട്ടെ. ആരാ പ്രാർത്ഥിക്കണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനോട് റസൂലുള്ള പ്രാർത്ഥിക്കാണ്, റഹിമല്ലാഹ്, അല്ലാഹ് നിനക്ക് കരുണ ചെയ്യട്ടെ. മൻ സമിഅ മിന്നി ഹദീസൻ, എന്നിൽ നിന്ന് ഒരു ഹദീസ് കേട്ട ആള്, ഫബല്ലഗഹു കമാ സമിഅഹു, അത് കേട്ടതുപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തു. ഇതിലേറെ വലിയ തെളിവിനി എന്താ സഹോദരങ്ങളെ ആവശ്യം? എന്നിൽ നിന്ന് ഒരു ഹദീസ് കേട്ട ആള് ആ കേട്ട ഒരു ഹദീസ് കേട്ടതുപോലെ മറ്റുള്ളവന് എത്തിച്ചു കൊടുത്താൽ റബ്ബിൻ്റെ കാരുണ്യം അവർക്കുണ്ടാകട്ടെ എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ ദഅവത്തിൻ്റെ വിഷയത്തിൽ, തബ്ലീഗിൻ്റെ വിഷയത്തിൽ സംശയിച്ച് നിൽക്കുന്നത്? ആദർശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ എന്തിനാണ് പിൻപന്തിയിലാകുന്നത്? അതുകൊണ്ട് ഈ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും ബാധ്യതയായും നമ്മൾ കാണേണ്ടതുണ്ട്. അത് നിർവഹിക്കാൻ ഏറ്റവും നല്ല സംവിധാനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ദഅവത്ത് ഇബാദത്തായതുകൊണ്ട് തന്നെ അതിൽ ഏത് രീതിയാകണം, എങ്ങനെയാകണം, ഇസ്ലാം കൃത്യമായി വരച്ചു കാണിച്ചിട്ടുണ്ട്. വസായിലു ദഅവ എന്നിങ്ങനെ പ്രബോധനത്തിൻ്റെ മാർഗങ്ങൾ, വഴികൾ എന്നീ രീതിയിൽ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചു. അഷേഖ് അബ്ദുർ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ല മക്കാനത്തു ദഅവത്തിൽ ഇസ്ലാമിയ എന്ന പേരിൽ അല്പം ചെറുതും വലിയ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം ഈ വിഷയത്തിൽ ക്രോഡീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല ദഅവത്തിൻ്റെ പ്രാധാന്യം പറയുന്ന ഗ്രന്ഥം പ്രത്യേകം രേഖപ്പെടുത്തി ക്രോഡീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത് ഒരു പരസ്പര സഹകരണത്തോടു കൂടി നിർവഹിക്കേണ്ടുന്ന ഒന്നാണ്. മുഹമ്മദ് സ്വാലിഹ് അൽ മുനജ്ജിദ് ഹഫിളഹുല്ല രചിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഉത്തുർക്ക് അസറൻ ഖബല റഹീൽ. മരിച്ചു പോകും മുമ്പ് എന്തെങ്കിലും ബാക്കി വെക്കണം. സുഹൃത്തുക്കളെ, മരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മളിവിടെ എന്തെങ്കിലും ഒന്ന് വെക്കണം. നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന അമലുകൾ ബാക്കിയാക്കണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? അദ്ദേഹം അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു, അദ്ദഅവതു ഇലല്ലാഹ്. അത് ദഅവത്താണ്. ഞാൻ മരിച്ചാലും എനിക്ക് കൂലി കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ എന്തൊക്കെയോ നന്മ ഇവിടെ പഠിപ്പിച്ചിട്ടാണ് മരിച്ചു പോയത്. ജനങ്ങളിലേക്ക് ചില നന്മകൾ പകർന്നുകൊണ്ടാണ് ഞാൻ പോയതെങ്കിൽ ഞാൻ മരിച്ചാലും എൻ്റെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ഒഴുകിക്കൊണ്ടേയിരിക്കും. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് എന്താ? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വയക്തുബു മാ ഖദ്ദമു വആസാറഹും. ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ് വനക്തുബു മാ ഖദ്ദമു, അവർ ചെയ്തതൊക്കെയും അവർക്ക് വേണ്ടി നാം രേഖപ്പെടുത്തും. വആസാറഹും, അവരുടെ അനന്തരമായുണ്ടായതും. എൻ്റെ കാരണം കൊണ്ട് ഇവിടെ എന്തൊക്കെ നന്മ ഉണ്ടായോ അതൊക്കെ എനിക്ക് വേണ്ടി എൻ്റെ റബ്ബ് രേഖപ്പെടുത്തും. ഞാൻ ചെയ്തതും എൻ്റെ കാരണം കൊണ്ടുണ്ടായതുമായ നന്മകൾ എനിക്ക് വേണ്ടി രേഖപ്പെടുത്തും. ഞാൻ ചെയ്തതും എൻ്റെ കാരണം കൊണ്ടുണ്ടായ തിന്മകളും എനിക്കെതിരായി എൻ്റെ റബ്ബ് രേഖപ്പെടുത്തും. ഈ ഒരു ബോധം സദാസമയവും നമുക്കുണ്ടാകണം. അതുകൊണ്ട് ദഅവത്ത് അത് നടത്തുമ്പോൾ നല്ല രീതിയിൽ നടത്താനുള്ള സംവിധാനമാണ് യഥാർത്ഥത്തിൽ കൂട്ടായ്മകൾ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്.
വ്യത്യസ്ത കഴിവുകളെ ക്രിയാത്മകമായി കോർത്തിണക്കി ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തുന്ന സംവിധാനമാണ് സംഘടനാ സംവിധാനം. എന്തിനാണ് സഹോദരങ്ങളെ സംഘടിതമായി പ്രവർത്തിക്കുന്നത്? ഇസ്ലാം പൊതുവെ സംഘബോധത്തിന്, സംഘടിത ചിന്തക്ക് പ്രാധാന്യം നൽകുന്ന ആദർശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബറകത്തു മഅൽ ജമാഅ. സംഘടിച്ചു നിൽക്കുമ്പോൾ, ഒന്നിച്ചുണ്ടാകുമ്പോൾ അതിൽ പ്രത്യേകം ബറക്കത്തുണ്ടാകും. ഒരാൾക്ക് കിട്ടാത്ത ബറക്കത്ത് ഒന്നിച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകും. ഇപ്പം നമസ്കാരത്തിന് പ്രതിഫലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു സൊഫിൽ, ഒരു നമസ്കാരത്തിൽ ഒരു ഇമാമിൻ്റെ പിന്നിൽ ഒരു മഅ്മൂം ഉണ്ടാകുന്നതിലേറെ കൂലിയാണ് രണ്ടാളുകളുണ്ടെങ്കിൽ ആ നമസ്കാരത്തിന്. മൂന്നാൾക്കും കൂലി കൂടി. ആ ജമാഅത്തിന് 4 പേരുണ്ടെങ്കിലോ 4 പേർക്കും കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ അളവ് കൂടി. ആ ജമാഅത്തിന് 5 പേരുണ്ടെങ്കിലോ 5 പേർക്കും കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ അളവ് വീണ്ടും വർദ്ധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അളവ് എണ്ണം കൂടുന്തോറും പ്രതിഫലത്തിൻ്റെ അളവ് കൂടുമെന്ന് അവിടുന്ന് നമ്മെ അറിയിക്കുകയാണ്. ഇത് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും ഈ ഒരു സംഘടിത ചിന്ത വിശ്വാസികൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തന്നെ എന്താ അറിയോ? ഇന്നൽ മുഅ്മിന ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ദ. ഇന്നൽ മുഅ്മിന, ഒരു വിശ്വാസി, ലിൽ മുഅ്മിനി, മറ്റൊരു വിശ്വാസിക്ക്, കൽ ബുനിയാൻ, ഒരു കെട്ടിടത്തെ പോലെയാണ്. യശുദ്ദു ബഅ്ദുഹു ബഅ്ദ, അതിലെ ഒരു കല്ല് മറ്റൊരു കല്ലിനിങ്ങനെ താങ്ങായി നിർത്തും. ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അത് പരസ്പരം താങ്ങ് നിർത്തുന്നത് പോലെ വിശ്വാസികൾ, എനിക്ക് കഴിവില്ലാത്തൊരു കാര്യത്തിൽ എന്നെ ആൾ സഹായിക്കുന്നു, ആ ആൾക്ക് കഴിയാത്ത വിഷയത്തിൽ ഞാൻ അങ്ങോട്ട് സഹായിക്കുന്നു. ഇങ്ങനെ പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് ഒരു വിശ്വാസി ഏത് കാര്യത്തിൽ മുന്നോട്ട് പോകേണ്ടതെങ്കിൽ. ഇത് ദഅവത്തിൻ്റെ വിഷയത്തിൽ പാടില്ല എന്ന് പറയാൻ എന്ത് തെളിവാണുള്ളത്? ഇത് ആദർശ പ്രബോധന രംഗത്തു മാത്രം പാടില്ലെന്നും സംഘടിച്ചുകൂടെന്നും പറയാൻ എന്ത് തെളിവാണ് സഹോദരങ്ങളെ ഉള്ളത്? വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്ഫാ കഅന്നഹും ബുനിയാനും മർസൂസ്. സൂറത്തു സഫിലെ 4-ാമത്തെ വചനാണ്. അല്ലാഹ് പറയണേ, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്ഫാ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒന്നിച്ചു നിന്ന് ധർമ്മസമരം നടത്തുന്ന, ഖിതാല് നടത്തുന്ന, യുദ്ധത്തിനിറങ്ങുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. കഅന്നഹും ബുനിയാനും മർസൂസ്. ഒരു കെട്ടിടത്തിലെ ഇഷ്ടികകളെപ്പോലെ, ഒരു കെട്ടിടത്തിലെ പരസ്പരം ചേർന്ന് നിൽക്കുന്ന കല്ലുകളെപ്പോലെ അള്ളാഹിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സഫിൽ 4-ാം വചനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച വചനം നമുക്ക് അറിയിച്ചു തരുന്ന കാര്യം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. സത്യവിശ്വാസികളായ ആളുകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ. സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ ചേരണം. സത്യം പറയുന്ന, ആദർശം പഠിപ്പിക്കുന്ന, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന, ബിദ്അത്തിനെതിരെ ശബ്ദിക്കുന്ന, നിസ്കരിക്കണമെന്ന് ജനങ്ങളെ അറിയിക്കുന്ന, തിന്മകൾക്കെതിരെ പോരാടുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ ആ സ്വാദിഖീങ്ങളുടെ കൂടെ നിങ്ങളും ചേരണം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഒട്ടനവധി സംഘടനകൾ ഇസ്ലാമിനെതിരെ ഉറഞ്ഞു തുള്ളുകയാണ്. ഇസ്ലാം തീവ്രവാദമാണ്, ഭീകരവാദമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെയും പ്രവാചകനെയും നിഷേധിക്കുകയാണ്. പരലോകം എന്നത് കേവലം ഒരു കെട്ടുകഥയാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ്. എത്രയോ സംഘടനകൾ ഇസ്ലാമിനെതിരെ പോരാടുമ്പോൾ ഇസ്ലാമാണ് ശരി, അള്ളാഹു നമ്മെ സൃഷ്ടിച്ച സ്രഷ്ടാവാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനം വരെയുള്ള പ്രബോധകനും പ്രവാചകനുമാണ്, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് പറയാൻ സംഘടിച്ചുകൂടാ എന്ന് പറയുന്നതിലെ അബദ്ധം എത്രത്തോളമുണ്ട്? എത്രയോ ആളുകൾ ഇസ്ലാമിനെതിരെ സംഘടിക്കുമ്പോൾ ഇസ്ലാമാണ് ശരി എന്ന് സംഘടിച്ചു പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ എത്ര ബാലിശമാണ് സഹോദരങ്ങളെ അത്തരം ആളുകളുടെ വാദങ്ങൾ എന്ന് ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഇസ്ലാം കൂട്ടായ്മക്ക്, സംഘടിത ബോധത്തിന് വലിയ പ്രാധാന്യം നൽകുകയും അത് ഇൻഷാ അല്ലാഹ് ആവശ്യമെങ്കിൽ ഈ സംസാരത്തിന് ശേഷം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്കത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടവ് തീർത്ത് തന്നെ പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, അവൻ്റെ ദീനിലേക്ക് വിളിക്കുന്ന ഈ ദഅവത്ത് എന്ന പ്രവർത്തനം വളരെ ആത്മാർത്ഥമായി നമ്മൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കണം. അതിൽ ശ്രദ്ധിക്കേണ്ട ചില അദബുകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്.
അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവൻ്റെ ഇഖ്ലാസ് തന്നെയാണ്. അള്ളാഹുവിലേക്ക് വിളിക്കുമ്പോൾ, ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ, ഞാൻ നല്ല ക്ഷണിക്കുന്ന ഒരാളാണ്, എനിക്കതൊക്കെ അറിയും എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ ഒന്നുമാകരുത് നമ്മുടെ ചിന്ത. മറിച്ച് അവൻ ആ നന്മ ചെയ്തു തുടങ്ങിയാൽ എനിക്ക് പ്രതിഫലം കിട്ടുമല്ലോ, ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു ബാധ്യത നിർവഹണമാണല്ലോ എന്ന ഇഖ്ലാസോട് കൂടിയായിരിക്കണം ഏത് രംഗത്തും നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത്. രണ്ടാമത്തേത്, നമുക്ക് വിളിക്കുന്ന വിഷയത്തിൽ നല്ല അറിവുണ്ടായിരിക്കണം. എല്ലാം പഠിച്ചവനെ ദഅവത്ത് നടത്താവൂ എന്നല്ല, ദഅവത്ത് നടത്തുന്ന വിഷയത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നമുക്കുണ്ടാകണം. അതിനെക്കുറിച്ച് ചോദിച്ചാൽ പറയാൻ കിട്ടണം. അതിന് ഖുർആനിലെ തെളിവുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചിരിക്കണം. സ്വഹാബികളുടെ അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ വിളിക്കുന്ന വിഷയത്തെക്കുറിച്ച് കൃത്യമായ ബസ്വീറത്ത്, ഉൾക്കാഴ്ച, ആഴത്തിലുള്ള അറിവ്, വിജ്ഞാനം നമ്മൾ നേടിയിട്ടുണ്ടാകണം. മറ്റൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയുണ്ടാകണം. ഒരു തെറ്റ് തിരുത്തുമ്പോൾ അവനെ മറ്റുള്ളവർക്കിടയിൽ വഷളാക്കണമെന്നോ ആളുകൾ അവൻ്റെ ഈ ഒരു തിന്മ മറ്റുള്ളവർ അറിയട്ടെ എന്നോ ചിന്തിക്കാതെ അവനിൽ നിന്ന് ആ തിന്മ ഇല്ലാതെയാകണമെന്ന അങ്ങേയറ്റത്തെ ഗുണകാംക്ഷ, അവൻ കൂടി സ്വർഗത്തിലെത്തണമെന്ന ആഗ്രഹം, അവൻ കൂടി നന്മയിലേക്ക് വരണമെന്ന ചിന്ത, അതായിരിക്കണം നസീഹത്ത്. അതാണ് മൂന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. നാലാമത്തേത് സ്വബറാണ്. വളരെ ആത്മാർത്ഥമായി നന്നായി പഠിച്ചൊരു വിഷയം ഗുണകാംക്ഷയോടെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താലും ഒന്നാമത്തെ നിബന്ധനയുണ്ട് ഇഖ്ലാസ്, രണ്ടാമത്തെ നിബന്ധനയുണ്ട് ബസ്വീറത്ത്, മൂന്നാമത്തെ നിബന്ധനയുണ്ട് നസീഹത്ത്. എന്നാലും ചിലപ്പോൾ ആൾ പ്രതികരിക്കുന്ന രീതി നമുക്കൊരിക്കലും ഇഷ്ടപ്പെടാത്ത രൂപത്തിലായിരിക്കും. നമ്മൾ വളരെ ആത്മാർത്ഥമായി നന്നായി പഠിച്ച് ഗുണകാംക്ഷയോടെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് നേരെ എതിരായി ആൾ സംസാരിച്ചേക്കാം. അവിടെ നമ്മൾ സ്വബർ കാണിക്കണം എന്നതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞു, വ്യക്തി ജീവിതത്തിലെ നന്മകൾ ആ വിളിക്കുന്ന ആൾ പ്രത്യേകം കാത്തു സൂക്ഷിക്കണം. അവൻ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. താൻ പറയുകയും എന്നിട്ട് അതിന് എതിര് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് പണ്ഡിതന്മാർ കൊണ്ടുവന്നു. എന്താണത്? ചില ആളുകളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജരാക്കുമ്പോൾ അവരുടെ കുടൽമാലകൾ പുറന്തള്ളപ്പെട്ട് അത് പുറത്തൊരു കല്ലിൽ കെട്ടിയിട്ട് അവനെങ്ങനെ കറക്കും, ആകെ പ്രയാസപ്പെടുത്തും. ആളുകൾ അവനോട് ചോദിക്കും, നീ ഞങ്ങളോട് നന്മ കൽപ്പിച്ചിരുന്ന ആളാണല്ലോ, തിന്മ വിരോധിച്ചിരുന്ന ആളാണല്ലോ. അവൻ പറയും, ഞാൻ നിങ്ങളെ നന്മയിലേക്ക് ക്ഷണിച്ചിരുന്നു, പക്ഷേ ആ നന്മകൾ ഞാൻ ചെയ്തിരുന്നില്ല. ഞാൻ നിങ്ങളോട് തിന്മയിൽ നിന്ന് വിരോധിച്ചിരുന്നു, പക്ഷേ ആ തിന്മകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ശിക്ഷിക്കാൻ വേണ്ടി കത്രികകളെ കൊണ്ട് അവരുടെ ചുണ്ടുകൾ ഇങ്ങനെ മുറിച്ചിടും. വീണ്ടും ചുണ്ടുകൾ വരും, കത്രിക കൊണ്ട് വീണ്ടും ചുണ്ടിങ്ങനെ മുറിച്ചിടും. അവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്തിലെ പ്രബോധകന്മാരാണ്. അവർ നന്മ കൽപ്പിക്കുമായിരുന്നു, തിന്മ വിരോധിക്കുമായിരുന്നു. അതുകൊണ്ട് ദഅവത്ത് ബാധ്യതയാണ്, നമ്മളൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ ഉരുകിത്തീരുന്ന മെഴുകുതിരികളാകാൻ പാടില്ല. മറ്റുള്ളവർക്ക് ഇങ്ങനെ വെളിച്ചം കൊടുത്തു, സ്വയം ഉരുകിപ്പോയി. അതാണല്ലോ മെഴുകുതിരിയുടെ അവസ്ഥ. അങ്ങനെ നമ്മളാകാൻ പാടില്ല. മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, നന്മ കൽപ്പിക്കുന്നുണ്ട്, തിന്മ വിരോധിക്കുന്നുണ്ട്, പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഒരു ശ്രദ്ധയുമില്ലാത്ത അവസ്ഥ വിശ്വാസികളെ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്.